ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ്, റൂഹ് പിടിക്കാൻ. അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു, ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ, അയാൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ. മുപ്പരത്തിന്റെ ചിത്രം ഉണ്ടല്ലോ, അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ, ആരെ പിടിക്കണം, ഏത് സമയത്ത് പിടിക്കണം. അസ്രായിൽ പറഞ്ഞു ആ പോണ ആൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിലുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാം 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു, പടച്ചോനെ ഇയാളെ പറ്റിയല്ലേ എന്ന് 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ, മരിച്ചിട്ട് പിന്നെയും ജീവിച്ചു. അസ്രായിൽ അലൈഹി സ്വലാം പിന്നൊരിക്ക വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണോ? നേരെ പിറ്റേന്ന് അയാള് ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു, മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം. ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹു തആല ഒരു 20 കൊല്ലത്തെ ആയുസ്സും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 1 കൊല്ലല്ല, 20 കൊല്ലത്തെ ആയുസ് കൂടി അള്ളാഹു തആല നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കുള്ളൂ. ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല, നമ്മൾ എന്തും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് 25 കൊല്ലം നീട്ടിക്കിട്ടും. ഒരു 10,000 രൂപ സംഭാവന എന്ന് പറഞ്ഞാൽ എണ്ണി കൊടുക്കൂല അവിടെ, ഒരു മിനിറ്റ് താമസിക്കാതെ. ഒരു ചെലവുമില്ല, ഒറ്റ കാര്യമുള്ളൂ, സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഖിറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ്. അർശിന്റെ തണൽ കൊള്ളുന്ന 77 വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് വാസിലുർ റഹിം. കുടുംബബന്ധം ചേർത്ത ആൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.